സ്നേഹിതരെ, ഈശ്വംസിഹയിൽ സ്നേഹവന്ദനം. ജോസഫ് ഹിയർ ഫോർ ജെ ലോഗോസ് 316. നമ്മുടെ വിശുദ്ധ വചനകളരിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ന്യായാധിപന്മാരുടെ അധ്യായം 8 യാത്ര ആരംഭിക്കുമ്പോൾ നമുക്കൊരുമിച്ച് നമ്മുടെ പരിശ്രമങ്ങൾ സർവശക്തിന് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ പഠനത്തിനായി തുറന്നിരിക്കട്ടെ. നമ്മുടെ സെഷനുകൾ കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പവിത്രമായ പരിശ്രമങ്ങളിലൂടെ ലോഗോസ് ബൈബിൾ ക്വിസ് 2024 നമുക്ക് തയ്യാറെടുക്കാം. ഉത്സാഹവും ഉൾക്കാഴ്ചയും കൊണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിറയട്ടെ. കൂടാതെ നാം നേടുന്ന അറിവ് നമ്മുടെ ആത്മീയ ബന്ധത്തെ കൂടുതൽ ആഴങ്ങളിലേക്ക് നയിക്കട്ടെ. ഗിദെയോൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കില്ല, എൻ്റെ മകനും ഭരിക്കില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. ന്യായാധിപന്മാർ 8:23. ന്യായാധിപന്മാർ 8 ഗിദെയോൻ്റെ വിജയവും നേതൃത്വ വെല്ലുവിളികളും. ന്യായാധിപന്മാർ 8 മിദ്യാൻകാർക്കെതിരായ ഗിദെയോൻ്റെ വിജയത്തിൻ്റെ അനന്തരഫലങ്ങൾ പരിശോധിക്കുന്നു. എഫ്രൈംകാരുമായുള്ള പിരിമുറുക്കം പരിഹരിക്കുന്നതിലെ അദ്ദേഹത്തിൻ്റെ നയതന്ത്ര വൈദഗ്ധ്യവും മിദ്യാന്യ രാജാക്കന്മാരെ പിടികൂടുന്നതിലെ സൈനിക വിജയവും ഇതെടുത്ത് കാണിക്കുന്നു. എന്നിരുന്നാലും സുക്കോത്തിനെയും പെനുവേലിനെയും ശിക്ഷിക്കാനും ഒരു എഫോദ് സൃഷ്ടിക്കാനുമുള്ള ഗിദെയോൻ്റെ തീരുമാനങ്ങൾ ഇസ്രായേലിലുള്ള ആത്മീയ ചതിക്കുഴി ഉൾപ്പെടെയുള്ള പ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾ വെളിപ്പെടുത്തുന്നതിനാൽ അധ്യായം 8 നേതൃത്വത്തിൻ്റെ സങ്കീർണതകളെ അടിവരയിടുന്നു. ന്യായാധിപന്മാർ 8 സൈനിക വിജയങ്ങൾ, നയതന്ത്ര വെല്ലുവിളികൾ, പുരാതന ഇസ്രായേലി നേതൃത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവയുടെ ആത്മീയ പ്രത്യാഘാതങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലിൻ്റെ സംക്ഷിപ്ത പര്യവേക്ഷണമായി വർത്തിക്കുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരോട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? മിദ്യാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? മിദ്യാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ആരോട് പറഞ്ഞു? ഉത്തരം, എഫ്രൈംകാർ ഗിദെയോനോട് പറഞ്ഞു. എഫ്രൈംകാർ ഗിദെയോനോട് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, എഫ്രൈംകാരെ യുദ്ധത്തിന് വിളിക്കാത്തതിനെ ഗിദെയോൻ ന്യായീകരിച്ചത് എങ്ങനെയാണ് ഗിദെയോൻ ഇതിനെ ന്യായീകരിക്കുന്നതെന്നാണ് ചോദ്യം. എഫ്രൈംകാരെ യുദ്ധത്തിന് വിളിക്കാഞ്ഞതിന് ഉത്തരം, മിദ്യാൻ പ്രഭുക്കളായ ഓറേബിനെയും സേബിനെയും എഫ്രൈംകാരുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ന്യായീകരിച്ചത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, സുക്കോത്തിലെ പുരുഷന്മാരോട് ഗിദെയോൻ എന്താണ് ആവശ്യപ്പെട്ടത്? സുക്കോത്തിലെ പുരുഷന്മാരോട് ഗിദെയോൻ എന്താണ് ആവശ്യപ്പെട്ടത്? മൂന്നാമത്തെ ചോദ്യം, അതിൻ്റെ ഉത്തരം, അവൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം ആണ് ആവശ്യപ്പെട്ടത്. അവൻ്റെ അനുയായികൾക്ക് അപ്പം. നാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. സേബായും സൽമുന്നായും നിൻ്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞോ? എന്തിന് നിൻ്റെ പട്ടാളത്തിന് ഞങ്ങൾ ഡാഷ് തരണം? പൂരിപ്പിക്കുക. ഉത്തരം, അപ്പം. എന്തിന് ഞങ്ങൾ അപ്പം തരണം എന്നുള്ളതാണ് പൂരിപ്പിക്കാനായിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 8:29-34 ശീർഷകം എന്താണ്? ന്യായാധിപന്മാർ 8:29-34 ശീർഷകം എന്താണ്? ഈ അധ്യായത്തിൽ ഒരു ശീർഷകം മാത്രമേ ഉള്ളൂ, അതാണ് ചോദിച്ചിരിക്കുന്നത്. 8:29-34 ഗിദെയോൻ്റെ മരണമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അവസാന ഭാഗത്ത്. ആറാം ചോദ്യം, വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയും. ആരോടാണ് ഗിദെയോൻ ഇങ്ങനെ പറഞ്ഞത്? ഈ ഗോപുരം ഞാൻ തകർത്തു കളയുമെന്ന് പറയുന്നത് ആരോടാണ്? വിജയിയായി ഞാൻ തിരിച്ചു വരുമ്പോൾ. അതിൻ്റെ ഉത്തരം പെനുവേൽ നിവാസികളോടാണ് ഇങ്ങനെ പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, എന്നാൽ അവരും സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി. 8:7 ഇവിടെ പരാമർശിച്ചിരിക്കുന്ന അവർ ആരാണ്? ഉത്തരം, പെനുവേൽ നിവാസികളും അതേ ഉത്തരം തന്നെയാണ് കൊടുത്തത്. പെനുവേൽ നിവാസികൾ എന്നാണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, സേബായും സൽമുന്നായും ഭടന്മാരോടുകൂടെ എവിടെയാണ് താവളം അടിച്ചിരുന്നത്? സേബായും സൽമുന്നായും ഭടന്മാരോടുകൂടി എവിടെയാണ് താവളം അടിച്ചിരുന്നത്? അതിൻ്റെ ഉത്തരം, കാർക്കോറിലാണ് അവർ താവളം അടിച്ചിരുന്നത്. കാർക്കോറിൽ എന്നാണ് അതിൻ്റെ ഉത്തരം. സേബായും സൽമുന്നായും എത്ര ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളം അടിച്ചിരുന്നു എന്നാണ് ന്യായാധിപന്മാർ 8:10 പറയുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, എത്ര ഭടന്മാരോടുകൂടെ? അതിൻ്റെ ഉത്തരം
15,000-ഓളം ഭടന്മാർ. 15,000-ഓളം. 9. സേബായുടെയും സൽമുന്നയുടെയും സൈന്യത്തെ ആക്രമിക്കാൻ ഗിദെയോൻ ഏത് നാട്ടുപാതയിലൂടെയാണ് ചെന്നത്? ഏത് നാട്ടുപാതയിലൂടെയാണ് ഗിദെയോൻ ചെന്നത് അവരെ ആക്രമിക്കാൻ? സേബായുടെയും സൽമുന്നയുടെയും സൈന്യത്തെ നോവാക്കിൽ യോഗ്ബയ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിൽ, രണ്ടിനും കിഴക്കുള്ള ഭാഗത്തോടെ. 10ാമത്തെ ചോദ്യം, സേബായുടെയും സൽമുന്നയുടെയും സൈന്യത്തിന് നേരെ ഗിദെയോൻ നടത്തിയ ആക്രമണത്തിന്റെ ഫലം എന്തായിരുന്നു? ആക്രമണത്തിന്റെ ഫലം സേബായുടെയും സൽമുന്നയുടെയും സൈന്യങ്ങളുടെ ഉത്തരം, പലായനം ചെയ്ത സേബായെയും സൽമുന്നയെയും ഗിദെയോൻ തിരിച്ചു പിടിച്ചെടുക്കുന്നു. 11. യുദ്ധത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഗിദെയോൻ ആരെയാണ് പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തത്? യുദ്ധത്തിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ ഗിദെയോൻ വെടിക്ക് വെച്ച് ആരെയാണ് പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തത് എന്നതാണ് ചോദ്യം. ഉത്തരം, സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെയാണ് ഇത് ചോദ്യം ചെയ്തത്. അടുത്ത ചോദ്യം, സുക്കോത്തിൽ നിന്നുള്ള യുവാവ് ഗിദെയോൻ എന്ത് വിവരമാണ് നൽകിയത്? ചോദ്യം ചെയ്തപ്പോൾ ആ യുവാവ് എന്ത് വിവരമാണ് നൽകിയത് ഗിദെയോന്? അതിൻ്റെ ഉത്തരം, പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര്. പ്രമാണികളും ശ്രേഷ്ഠന്മാരും 77 ആളുകളുടെ പേര് കൊടുത്തു. എന്തുകൊണ്ടാണ് ഗിദെയോൻ സുക്കോത്തിലെ ജനങ്ങളെ നേരിട്ടത്? 11ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഗിദെയോൻ സുക്കോത്തിലെ ജനങ്ങളെ നേരിട്ടത്? അതിൻ്റെ കാരണമാണ് ചോദിക്കുന്നത്. ഉത്തരം, സേബായും സൽമുന്നയും തൻ്റെ കൈകളിൽ പെട്ട് കഴിഞ്ഞോ എന്ന് പറഞ്ഞ് ഗിദെയോനെ അധിക്ഷേപിച്ചിരുന്നതുകൊണ്ട്, അവർ അധിക്ഷേപിച്ചിരുന്നു, അതുകൊണ്ടാണ്. 14ാമത്തെ ചോദ്യം, ഗിദെയോൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി എന്ത് ചെയ്തു ഗിദെയോൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടിച്ചിട്ട്? അതിൻ്റെ ഉത്തരം, കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു. കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട്. അടുത്ത ചോദ്യം, ഗിദെയോൻ സേബായോടും സൽമുന്നയോടും ചോദിച്ചു, ഡാഷിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ? ന്യായാധിപർ 8:18. ഡാഷിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ? ഗിദെയോൻ സേബായോടും സൽമുന്നയോടും ചോദിക്കുകയാണ്, പൂരിപ്പിക്കാനാണ്. താബോറിലാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, താബോറിലെ കൊലപാതകത്തെ സേബയും സൽമുന്നയും എങ്ങനെ ന്യായീകരിച്ചു? താബോറിലെ കൊലപാതകത്തെ സേബയും സൽമുന്നയും എങ്ങനെയാണ് ന്യായീകരിച്ചതെന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം, അവർ രാജകുമാരന്മാർക്ക് സദൃശരായിരുന്നു എന്നവർ വാദിച്ചു. അതുകൊണ്ട് അങ്ങനെയാണ്. 17. സേബായുടെയും സൽമുന്നയുടെയും ന്യായീകരണത്തോടുള്ള ഗിദെയോൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഇങ്ങനെ ന്യായീകരിച്ചപ്പോൾ ഗിദെയോൻ എങ്ങനെയാണ് പ്രതികരിച്ചത് ഈ സേബായുടെയും സൽമുന്നയുടെയും ന്യായീകരണത്തോട്? ഉത്തരം, അവൻ അവരെ കുറ്റക്കാരായി പ്രഖ്യാപിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അതാണ്. 18. സേബായെയും സൽമുന്നയെയും കൊല്ലാൻ ഗിദെയോൻ തൻ്റെ ആദ്യജാതനായ യഥേറിനോട് ആജ്ഞാപിച്ചപ്പോൾ യഥേറിൻ്റെ പ്രതികരണം എന്തായിരുന്നു? സേബായെയും സൽമുന്നയെയും കൊല്ലാനായിട്ട് പറഞ്ഞപ്പോൾ യഥേറിനോട് ആജ്ഞാപിച്ചപ്പോൾ യഥേറിൻ്റെ പ്രതികരണം എന്തായിരുന്നു? നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു, വാളൂരിയില്ല. അവൻ ചെയ്തില്ല എന്നുള്ളതാണ്. 19ാമത്തെ ചോദ്യം, ഗിദെയോൻ സേബായോടും സൽമുന്നയോടും ആത്യന്തികമായി എന്താണ് ചെയ്തത്? ഗിദെയോൻ സേബായോടും സൽമുന്നയോടും ആത്യന്തികമായി എന്താണ് അവരെ അവസാനമായിട്ട് അവരോട് ചെയ്തത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം, ഗിദെയോൻ അവരെ വധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, മിദ്യാൻകാരിൽ നിന്ന് തങ്ങളെ മോചിപ്പിച്ച ഗിദെയോനോട് ഇസ്രായേലിയർ അതിനുശേഷം എന്താണ് നിർദ്ദേശിച്ചത്? ഗിദെയോനോട് അത് നിർദ്ദേശിക്കുന്നുണ്ട്, എന്താണെന്നുള്ളതാണ് ചോദ്യം. മിദ്യാൻകാരിൽ നിന്ന് തങ്ങളെ മോചിപ്പിച്ച ഗിദെയോനോട് നിർദ്ദേശിച്ചതായിരുന്നു, നീയും നിൻ്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക എന്ന് ഇസ്രായേൽ ജനം ഗിദെയോനോട് പറഞ്ഞു. നീയും നിൻ്റെ പുത്രനും പൗത്രനും. 21. ഇസ്രായേലിയരുടെ ഭരണ നിർദ്ദേശത്തോട് ഗിദെയോൻ പ്രതികരിച്ചത് എങ്ങനെയാണ് ആ നിർദ്ദേശത്തോട് ഗിദെയോൻ പ്രതികരിക്കുന്നത്? അതിൻ്റെ ഉത്തരം, കർത്താവ് അവരെ ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിരസിച്ചു. ഞാനില്ല, കർത്താവ് അവരെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞു. ഭരണം നിരസിച്ചതിന് ശേഷം ഗിദെയോൻ ഇസ്രായേലിയരോട് എന്ത് അഭ്യർത്ഥന നടത്തി? ഭരണം നിരസിച്ചതിന് ശേഷം ഗിദെയോൻ ഇസ്രായേലിയരോട് എന്ത് അഭ്യർത്ഥന നടത്തി? അതിൻ്റെ ഉത്തരം, കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ തനിക്ക് നൽകണമെന്ന് അദ്ദേഹം ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചു. അതാണ്.
എഴുതുന്നു. എന്തുകൊണ്ടാണ് ഗിദെയോൻ പ്രത്യേകമായി കർണാഭരണങ്ങൾ ആവശ്യപ്പെട്ടത്? ഗിദെയോൻ കർണാഭരണങ്ങൾ ആവശ്യപ്പെട്ടല്ലോ, എന്തുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് കർണാഭരണങ്ങൾ ആവശ്യപ്പെട്ടത് എന്നാണ് ചോദ്യം. 23ാമത്തെ ചോദ്യം. ഉത്തരം: മിദ്യാൻകാർ ഇസ്മായിലരായിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടത്. 24. ഗിദെയോൻ താൻ ശേഖരിച്ച സ്വർണ്ണക്കമ്മലുകൾ കൊണ്ട് എന്ത് ചെയ്തു? സ്വർണ്ണക്കമ്മലുകൾ ധാരാളം കളക്ട് ചെയ്തായിരുന്നല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗിദെയോൻ അവ കൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ച് തൻ്റെ പട്ടണമായ ഓഫ്രയിൽ സ്ഥാപിച്ചു. ഒരു എഫോദ് നിർമ്മിച്ചു. എഫോദ് എന്ന് പറഞ്ഞാൽ ഈ എഫോദ് ഈ ഗാർമെൻ്റാണ്, വർഷിപ്പിനൊക്കെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന എഫോദ്. അതാണ് ഗിദെയോൻ ഉണ്ടാക്കിയത് സ്വർണ്ണം കൊണ്ട്. ഗിദെയോൻ്റെ കാലത്ത് എത്ര കാലം ദേശത്ത് ശാന്തി ഉണ്ടായി? 25ാമത്തെ ചോദ്യം. ഗിദെയോൻ്റെ കാലത്ത് എത്ര കാലം ദേശത്ത് ശാന്തി ഉണ്ടായി? അതിന് ഉത്തരം 40 വർഷമാണ്. 40 വർഷം അവിടെ ശാന്തി ഉണ്ടായി എന്നാണ് അതിൻ്റെ ഉത്തരം. അബീമേലെക്കിൻ്റെ പിതാവിൻ്റെ പേര്. 26ാമത്തെ ചോദ്യം. അബീമേലെക്കിൻ്റെ പിതാവിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. അബീമേലെക്കിൻ്റെ പിതാവിൻ്റെ പേര് ഓർത്തിരിക്കുക. അബീമേലെക്കിൻ്റെ പിതാവിൻ്റെ പേര് ഗിദെയോൻ എന്നാണ്. ഗിദെയോൻ്റെ മകനാണ് അബീമേലെക്ക്. ഗിദെയോൻ. അടുത്ത ചോദ്യം 27. ഗിദെയോനെ മരണശേഷം എവിടെയാണ് സംസ്കരിച്ചത്? അതിൻ്റെ ഉത്തരം അബിയസർ വംശജരുടെ ഓഫ്രയിൽ പിതാവായ യോവാഷിൻ്റെ കല്ലറയിൽ തന്നെയാണ് ഗിദെയോനെ സംസ്കരിച്ചത്. പൂരിപ്പിക്കുക. ഗിദെയോൻ മരിച്ച ഉടനെ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി. ന്യായാധിപന്മാർ 8:33. അവിടെ ആരാണ് ഗിദെയോൻ മരിച്ച ഉടനെ കർത്താവിനോട് അവിശ്വസ്തത കാട്ടിയത്? പൂരിപ്പിക്കാനാണ് 28ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഇസ്രായേൽ ആണ് ഇങ്ങനെ ചെയ്തത്. 29. ഗിദെയോൻ്റെ മരണശേഷം ഇസ്രായേൽ എന്ത് സ്മരിച്ചില്ല എന്നാണ് ന്യായാധിപന്മാർ 8 പറയുന്നത്? ഗിദെയോൻ്റെ മരണശേഷം ഇസ്രായേൽ എന്ത് സ്മരിച്ചില്ല എന്നാണ് ന്യായാധിപന്മാർ 8 പറയുന്നത്? അതിൻ്റെ ഉത്തരം ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ അവർ സ്മരിച്ചില്ല എന്നുള്ളതാണ്. 30. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ജെറുബ്ബാൽ ഗിദെയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു. അവൻ്റെ കുടുംബത്തോടൊട്ടും കരുണ കാണിച്ചില്ല. അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. ഇത് അവസാനത്തെ വാക്യമാണ് അധ്യായത്തിലെ. ന്യായാധിപന്മാർ 8:34. ന്യായാധിപന്മാർ 8:34. ന്യായാധിപന്മാർ 8 ഇതാണ് ക്വിസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. 8:34 നമ്മളത് വായിക്കുന്നത്. ന്യായാധിപന്മാർ 8 ഉൾക്കാഴ്ചകൾ. ന്യായാധിപന്മാർ 8 നേതൃത്വത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും സൈനിക വിജയത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും ഉൾക്കാഴ്ച നൽകുന്നു. എഫ്രൈംകാരുമായുള്ള ഗിദെയോൻ്റെ നയന്ത്രണ വൈദഗ്ധ്യം ഐക്യത്തിൻ്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ വിജയാനന്തര ഭരണ വെല്ലുവിളികൾ നേതൃത്വത്തിൻ്റെ സങ്കീർണതകൾ വെളിപ്പെടുത്തുന്നു. ഗിദെയോൻ്റെ എഫോദ് ഇസ്രായേലിലെ യഥാർത്ഥ ആരാധനയിൽ നിന്ന് അകറ്റുന്നതിനാൽ പോസിറ്റീവായി തോന്നുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ദേശിക്കാത്ത ആത്മീയ പ്രഖ്യാതങ്ങളുടെയും അധ്യായം 8 അടിവരയിടുന്നു. സാരാംശത്തിൽ ന്യായാധിപന്മാർ 8 നേതൃത്വത്തിൻ്റെ ചലനാത്മകത, നയതന്ത്ര മികവ്, വിജയകരമായ സൈനിക ശ്രമങ്ങളുടെ അപ്രതീക്ഷിത ഫലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട പാഠങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ ന്യായാധിപന്മാർ 8 ഉൾക്കാഴ്ചകളായിട്ട് പറയാവുന്നത്. അവിടെ നമ്മൾ ഗിദെയോൻ്റെ എഫോദിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അത് ഒരു വസ്തുത്തിൽ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് ഇസ്രായേലിയർക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടിപ്സ്. ന്യായാധിപന്മാർ 8 ശ്രദ്ധയോടെ വായിച്ചുകൊണ്ട് ആരംഭിക്കുക. ഗിദെയോൻ്റെ നേതൃത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രത്യേകിച്ച് എഫ്രൈംകാരുമായുള്ള ഇടപാടുകളും ഗോത്രങ്ങളെ ഏകീകരിക്കാനുള്ള ശ്രമങ്ങളും വിജയത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പര്യവേഷണം ചെയ്യുക. പ്രത്യേകിച്ച് എഫോദിൻ്റെ സൃഷ്ടി, അദ്ദേഹത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഗുണപരവും പ്രതികൂലവുമായ വശങ്ങൾ വിലയിരുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ 8ാം അധ്യായത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു കൺസെപ്റ്റും ഉണ്ടാവും. അങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ അത് നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും.
So may God bless each one of you. See you in the next edition. If you are new to this channel, please subscribe to it. Thank you so much, Joseph.